ഹേ ഗായ്സ്, സ്ക്വിഡ് ഗെയിംസിൻ്റെ സീസൺ 2 ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ബ്രോ കണ്ടോ എന്നിട്ട് ഒരുപാട് മെസ്സേജ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് ആക്ച്വലി വിചാരിച്ചതല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചതല്ല, റിവ്യൂ എന്നല്ല, എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ക്വിഡ് ഗെയിം സീസൺ 2 കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സീസൺ 2 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ സീസൺ 2 കാണാൻ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ചെറിയൊരു പ്രിക്കോഷൻ, ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതായത് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. നമ്മൾ സീസൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി സെൻസേഷണലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഓൾ ടൈം റെക്കോർഡ് വ്യൂസ് ചെയ്തിട്ടുള്ള സീരീസാണ് സ്ക്വിഡ് ഗെയിംസിൻ്റെ സീസൺ 1 എന്ന് പറയുന്നത്. അപ്പോൾ സീസൺ 2 വരുന്ന സമയത്ത് നമുക്കറിയാം എക്സ്പെക്റ്റേഷൻസ് ഹൈ ലെവലായിരിക്കും, പീക്ക് ലെവലായിരിക്കും. അപ്പം ഇത് സീസൺ 2 നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള റിലീസ് ആയിട്ടുള്ള എപ്പിസോഡ് ഒരു സീസൺ 1 കൂടെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. അതിനുശേഷമാണ് 2 സീസൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തേർഡ് ആൻഡ് ഫൈനൽ സീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു, അത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ നിൽക്കണം. അപ്പോൾ അടുത്ത കൊല്ലം തന്നെ റിലീസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളി ഞാൻ സീസൺ 2 കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സീസൺ 1 and 2 പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളി ഇങ്ങനെ പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മൾ അവതാർ 1 നമ്മൾ 2009 റിലീസ് ചെയ്തിട്ടുള്ള സിനിമ അവതാർ 1 കാണാൻ പോകുമ്പം നമ്മൾ ഭൂം അല്ലേ, മൈൻഡ് ബ്ലോൺ ആയിരുന്നു ലിറ്ററലി. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നൊരു സംഭവമാണ്, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനം ഫസ്റ്റ് ടൈം നമ്മൾ കാണുകയാണ്. രണ്ടാമത്തെ വന്നപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, കാരണം നമ്മളവിടെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടിയൊരു സാധനമുണ്ട്, ഒരു കിക്കുണ്ട്. രണ്ടാമത്തെ കാണുമ്പോൾ അത് കുറച്ച് ഡൗൺ ആയിരുന്നല്ലോ. സെയിം സാധനമാണ് സീസൺ 2 സ്ക്വിഡ് ഗെയിംസ് വഴി നമുക്ക് കിട്ടുന്നത്. അതായത് ഓൾറെഡി ഫസ്റ്റ് സീസണിൽ നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല, വാവ്, അതായത് അതുവരെ കാണാത്ത രീതിയിലുള്ളൊരു സംഭവം, തോറ്റു കഴിഞ്ഞാൽ കൊല്ലുന്നുള്ള സംഭവം. അപ്പോൾ അതാണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു, അതാണ് സിംപ്ലി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ സീസൺ വരുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഒരു ലെവലിൽ ഒരു പൊടിക്ക് ഒന്ന് താഴ്ത്തി വെക്കുക, എക്സ്പെക്റ്റേഷൻസ് ഒന്ന് താഴ്ത്തി വെച്ചിട്ട് കാണുക. അതല്ലെങ്കിൽ എൻഗേജിങ് ആണ്, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്, പുതിയ ഗെയിംസൊക്കെ ഉണ്ട്, പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഉണ്ട്. പക്ഷേ 1 പോലെ നമുക്ക് അത്രയും കിടിലമായിട്ട് ഒരു സീറ്റ് അഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ്ലി ഒരു സീറ്റ് അഡ്ജ് ത്രില്ലറായിരുന്നു 1. പക്ഷേ ഇതങ്ങനെയല്ല. കാരണം നമുക്കറിയാം ഇതിൻ്റെ പ്ലോട്ട് തുടങ്ങുന്നത് തന്നെ നമ്മുടെ നായകൻ പുള്ളിക്കാരൻ ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്ന അവിടെയാണല്ലോ. പുള്ളി ഇവർക്കെതിരെ ഒരു റബലായിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് പോരാടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. കിട്ടിയ പൈസ മുഴുവൻ ഇവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു റെബലിസം, ആ ഒരു റെബൽ നിന്നാണ് തുടങ്ങുന്നത് ഈ ഒരു സംഭവം. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ നിന്നാണ് കഥ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുശേഷം പുള്ളി തിരിച്ച് ഗെയിമിലേക്ക് എത്തുന്നതും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈഡും ഉണ്ട്. അതായത് ആ ഒരു റെബൽ സംഭവം, ഇവർക്കെതിരെ പോരാടുന്ന സംഭവം, അതും കൂടി വെച്ചിട്ടാണ് കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ചെറിയൊരു എൻഗേജ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി 1 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്നാമത്തെ സീസണിൽ നമ്മൾ കണ്ടു തീർന്ന സമയത്ത് കിട്ടലം പോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. അത് നായകൻ മാത്രമല്ല, പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലാസ്റ്റ് തൊട്ട് നമ്മൾ മരിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നമ്മൾക്ക് അത്ര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ സീസൺ 2 എനിക്ക് കിട്ടിയിട്ടില്ല. സത്യമായിട്ടും ലിറ്ററലി ഒരു ക്യാരക്ടറായിട്ടും കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല, കിട്ടിയിട്ടില്ല. സത്യമായിട്ടും എനിക്കത് ഒട്ടും തോന്നിയിട്ടില്ല. ആൾക്കാർ മരിക്കുന്ന സമയത്ത് മരിച്ചു, അവൻ മരിച്ചു, മരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അയ്യോ പുള്ളി മരിച്ചല്ലോ എന്നുള്ളൊരു ആ ഒരു തോട്ട് നമുക്ക് വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു ക്യാരക്ടേഴ്സായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പൊടിക്ക് എക്സ്പെക്റ്റേഷൻ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയിട്ട് പിന്നെ എൻഡിങ് ചെറിയ സംഭവങ്ങൾ, ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു എൻഗേജ്മെൻറ്റ്, നമ്മളൊരു എൻഗേജ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്കറിയാം, ഓഡിയൻസിന് അറിയാം, നമ്മളുടെ പെർസ്പെക്റ്റീവിൽ അറിയാം, ഇതെന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നായകൻ അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ഹുക്കാണ് അവരിട്ടിട്ട് നമ്മളെ കംപ്ലീറ്റ്ലി പിടിച്ചിരുത്തുന്ന ഒരു സാധനം. അപ്പോൾ അത് എൻഡിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി അവർ എൻഡ് ചെയ്തിട്ടുള്ളതും അത്ര നല്ലൊരു ഹുക്കിൽ തന്നെയാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. സീസൺ 3 എല്ലാ സാധനങ്ങളും പിടിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ സീസൺ 3 കിടുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമതിൽ പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, നമുക്കൊരു ഫ്രഷ് എക്സ്പീരിയൻസ് അല്ല, സീസൺ 2 ആണ് അതുകൊണ്ട് തന്നെ കിട്ടുന്നത്.
എന്നാൽ അത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് സ്ക്വിഡ് ഗെയിംസിൻ്റെ സീസൺ 2. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നിയുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. ഓക്കെ.